അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സൺഡേ വ്ളോഗാണ് കേട്ടോ. അപ്പം ഇന്ന് നമുക്ക് ഞാൻ ഇന്ന് രാവിലെ എനിക്ക് 8 മണിയായിട്ടുണ്ട് ഏകദേശം. ഇന്ന് ആർക്കും ക്ലാസ്സോ ജോലിയൊന്നും ഇല്ലല്ലോ. അപ്പം ഞാൻ എനിക്ക് 8 മണിയായിട്ടുണ്ട്. ഇപ്പം സമയം 9:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എണീറ്റിട്ട് അടിച്ചൊരി തുടച്ച് കുളിച്ച് വിളക്കൊക്കെ കൊളത്തി പിന്നെ തിരുമ്പിട്ടോട്ട് ഡ്രസ്സൊക്കെ കഴുകിയിട്ടതിന് ശേഷമാണ് ഞാൻ കിച്ചണിൽ കയറുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലേക്ക് മസാല ദോശ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് തിരുമ്പാൻ പോണേക്കാൻ മുന്നേ ഞാൻ മസാലയ്ക്കുള്ള മറ്റു പൊട്ടാറ്റോ വേവിക്കാൻ വെച്ചിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോഴേക്കും അത് സെറ്റ് ആവുമല്ലോ. പിന്നെ നമുക്ക് മസാല സെറ്റ് ചെയ്യാം. പിന്നെ ദോശ എന്ന് പറയുമ്പോൾ ദോശ നമ്മൾ കഴിക്കാറാകുമ്പോഴേക്കും ഉണ്ടാക്കുള്ളൂ. അപ്പോൾ അത് അപ്പോഴേക്കും നമ്മൾ മസാല സെറ്റ് ചെയ്യണം, ചായയും വെക്കണം. പിന്നെ ഉച്ചത്തേക്ക് ചോറും പിന്നെ ഇത് ഈ സംഭവങ്ങൾ ഉണ്ടാവുകയാണ്. പിന്നെ അൽഫാം ഉണ്ടാക്കി നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഇന്നലെ ഞങ്ങൾ ഷോർട്സ് കാണുമ്പോൾ ഞങ്ങളിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. പേരിക്ക് കറക്റ്റ് അറിയില്ല. ഹൗസ് വാമിങ്ങിലേക്ക് എൻ്റെ വലിച്ചൻ്റെ മോള് ചേച്ചി തന്നതാണ്. അപ്പം അതിൽ അൽഫാം ഉണ്ടാക്കി കൊണ്ടുവരണത് ഉണ്ടാക്കാൻ പറ്റുന്ന ഗ്രില്ല് ചെയ്യാണ്ട് തന്നെ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. എങ്ങനെയാണ് യൂട്യൂബ് നോക്കിയിട്ട് വേണം അൽഫാമിൻ്റെ റെസിപ്പിയും ഇത് യൂസ് ചെയ്യേണ്ട രീതി നോക്കണമെങ്കിൽ എനിക്ക്. അപ്പോൾ അതൊക്കെ കൂടിയിട്ടായിരിക്കും ഇന്നത്തെ വ്ളോഗ്. പറ്റുമെങ്കിൽ ഇന്ന് ഫുള്ള് കവർ ചെയ്തേക്കാം. അല്ലെങ്കിൽ കിട്ടുന്ന വലിയ വീഡിയോ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് കഴിക്കില്ല. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള എയർ ഫ്രയർ. അപ്പം ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇത് സത്യം പറഞ്ഞാൽ യൂസ് ചെയ്യാറ് കഴിഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ. പിന്നെ ഇതൊന്ന് വെച്ച് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് നോക്കണം എന്നുണ്ട്. അപ്പോൾ ഇതേ തേജപ്പനും വിൻഷേട്ടനും ഒക്കെ നല്ല ഉറക്കമാണ്. അവർ എണീറ്റിട്ടില്ല കേട്ടോ. അറിയാലോ സൺഡേ ഇവർ രണ്ടാളും എനിക്കാണെങ്കിൽ നല്ല ടൈം എടുക്കാറുണ്ട്. ഞാനും മോശമില്ല. പക്ഷെ ഞാൻ 8 മണിയാകുമ്പോഴേക്കും എനിക്കൊന്ന് മാത്രം. അപ്പോൾ ഇത് ഞാൻ വേഗം പറഞ്ഞല്ലോ എനിക്ക് വഴിക്കന്നെ കുളിച്ച് ഇതേ വിളക്ക് കൊളുത്തിയിട്ട് അടിച്ച് തുടച്ചിട്ട് വേഗം വിളക്കൊക്കെ കൊളുത്തിയിട്ടാണ് ഞാൻ പിന്നെ കിച്ചണിൽ കയറിയിട്ടുള്ളൂ. അപ്പോൾ സമയം ഇത് ഏകദേശം 9:30 ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു നേരത്താണ് ഞാനിപ്പോൾ കിച്ചണിൽ കയറാൻ പോണത്. പൊട്ടാറ്റോ ആയിട്ടുണ്ട്. ഇനി എനിക്കുള്ള പണി എന്താണെന്ന് വെച്ചാൽ അതിലേക്ക് സബോള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അരിഞ്ഞിട്ട് നമ്മുടെ എന്താ പറയുക ദോശ മസാല സെറ്റ് ചെയ്യണം. പിന്നെ ദോശ ഞങ്ങൾ കഴിക്കാറാവുമ്പോൾ ഉണ്ടാക്കുള്ളൂ. അതങ്ങനെ ചെയ്യാറുള്ളൂ. എന്നാലല്ലേ അങ്ങനെ മുരിങ്ങനെ കിട്ടുള്ളൂ. മസാല സെറ്റ് ചെയ്ത് വയ്ക്കുക, ചായ വയ്ക്കുക. ദോശ പിന്നെ ഓരോ ദോശയും മസാല ദോശയാകുമ്പോൾ പോകുള്ളൂ. അപ്പോൾ ആ 3 ദോശ അപ്പളേക്കപ്പളേ ഉണ്ടാക്കി ചെയ്തിട്ടാണ്. അപ്പം ഞാനിൻ്റെ വേഗം തന്നെ സബോള അരിയാട്ടോ. അപ്പം ഞാൻ സാധാരണ സബോള അരിയ നമ്മുടെ മറ്റൊരു മിഷ്യൻ പോലത്തെ ഒരു സംഭവമില്ലേ, ഞാൻ ഒരു ടൈം ഞാൻ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സംഭവത്തിലാണ് അരിയാറ്. പക്ഷെ ഇത് 2 എണ്ണല്ലേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ അരിയാവുന്നതുള്ളൂ. ഞാൻ ഒരു 4-5 എണ്ണമൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ അതിലിട്ട് അടിക്കാറുള്ളൂ. അപ്പോൾ എളുപ്പത്തിന് അതാ നല്ലത്. ഇപ്പോൾ 2 എണ്ണമൊക്കെ അരിയാൻ ഇത് ധാരാളമാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പാൻ വെച്ചു കേട്ടോ. പാൻ വെച്ചേക്കണത് ഇനി നമുക്ക് മസാലയ്ക്കുള്ള ഉരുളൻകിഴങ്ങ് വേവിച്ചിട്ടുണ്ട്. അല്ലാണ്ട് തന്നെ നമുക്ക് ഉള്ളിയൊക്കെ വാട്ടുണ്ട്, അതിനാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഞാനിത് ഉച്ചത്തേക്കുള്ള ചോറിനുള്ള വെള്ളാട്ടോ ഒപ്പം വെക്കണം. അപ്പോൾ അതവിടെ ആയിക്കോളൂല്ലോ. പക്ഷെ എൻ്റെ ഒരു പണി എന്താണെന്ന് വെച്ചാൽ ഞാൻ കിച്ചണിൽ നിന്നാൽ ചോറ് ഇറക്കി വെച്ച കാര്യം മറക്കും ജാക്സണിൽ. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ വേഗം വേവണ അരി ഇട്ടേക്കണത്. അപ്പോൾ പെട്ടെന്ന് വാർക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഞാനതിങ്ങനെ മനസ്സിലിങ്ങനെ ഓർത്തോർത്ത് വെച്ചിട്ടാണ് നടക്കണത്. അതായത് മറന്നൊക്കെ ചോറ് പായസമാവും. അതുകൊണ്ട് ഞാനതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കുന്നുണ്ട്. പിന്നെ അതേ നമ്മൾ കടുക് പൊട്ടിക്കട്ടെ ഞാൻ ആദ്യം ചെയ്യണത്. അതായത് നമ്മുടെ മസാല ദോശയ്ക്കുള്ള മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് കടുക് പൊട്ടിച്ചു. പിന്നെ ഉഴുന്നാട്ടിടുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ഉഴുന്ന് ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ വിൻഷാടിന് കടുക് ഉഴുന്ന് ഇതൊക്കെ കുറേ എടുക്കുന്നത് ഇഷ്ടമാണ്. അപ്പോൾ എനിക്കും അതെ കൂടിയിട്ട് അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതലിടും. പക്ഷെ നമ്മൾ മറ്റ് ആളുകൾ ഉണ്ടെങ്കിൽ നമ്മളിത് പരമാവധി കുറയ്ക്കണം കേട്ടോ. കാരണം ഞങ്ങൾ കഴിക്കണോണ്ടാട്ടോ അത് കുറേ ഇടുന്നത്. ശരിക്കും ഒരു സ്പൂണൊന്നും തികച്ചിടേണ്ട ആവശ്യമില്ല. ഉഴുന്ന് ഒരു ഭംഗിക്ക് അത്ര വേണ്ടു. എനിക്കിടുമ്പോൾ ഞങ്ങൾ കുറച്ച് കൂടുതൽ ഇടുന്നുണ്ടെന്ന് മാത്രം. പിന്നെ അതേ പച്ചമുളക്, സബോള, പിന്നെന്താ അതിൽ വെളുത്തുള്ളി, കറിവേപ്പില, ഉണക്കമുളക് ഇതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ വഴറ്റിയെടുക്കണത്. ഇഞ്ചി ഇടണമെങ്കിൽ ഇടാം. ഇഞ്ചിയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഇടണമെങ്കിൽ ഇടാട്ടോ. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടാണ് നമ്മൾ വഴറ്റിയെടുക്കണത്. ആ നേരം കൊണ്ട് ഇതേ നമ്മുടെ കുക്കറിലെ വിസിലൊക്കെ പോയിട്ട് ഞാൻ ഉരുളൻകിഴങ്ങ് വെന്തോന്ന് നോക്കിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിടുന്നുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ തോലൊക്കെ കളയണമല്ലോ. അപ്പോൾ ഞാൻ ഉരുളൻകിഴങ്ങ് വെറുതെ കഴുകിയിട്ട് അതിലേക്ക് ഇങ്ങനെ ഇടുക ചെയ്തുള്ളൂ കേട്ടോ. പിന്നെ തോലൊന്നും കളയാത്തതുകൊണ്ട് തന്നെ ഞാൻ ഉപ്പോ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഉരുളൻകിഴങ്ങ് വേവിക്കുമ്പോൾ വെറുതെ വെള്ളത്തിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്തേക്കണത്. മഞ്ഞപ്പൊടി പോലും ഇട്ടിട്ടില്ല കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ ഇതേ ചോറിൻ്റെ വെള്ളം തിളയ്ക്കുമ്പോൾ ഞാൻ അരി കഴുകിയിട്ട് അതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ എന്താ പറയുക സബോളയും പച്ചമുളക് അതൊക്കെ വഴറ്റിയിട്ടില്ലേ, അതൊക്കെ ഏകദേശം ആയപ്പോൾ ഞാൻ അതിലേക്ക് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒരു 1/4 സ്പൂൺ 1/2 സ്പൂണോളം മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് ഇപ്പോൾ സബോളയൊക്കെ വഴറ്റി വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇതേ ഞാൻ നമ്മുടെ എന്താ പറയുക ഉരുളൻകിഴങ്ങ് വെന്തത് നന്നായി ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് നന്നായി ഇളക്കി മിക്സ് ആക്കുക ചെയ്തിട്ടുള്ളൂ. വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഉപ്പും
മഞ്ഞപ്പൊടിയാണ് നമ്മൾ അതിലേക്ക് ഇടുന്നുള്ളൂ. അത് പാകത്തിന് ഇട്ടാൽ 1/4 സ്പൂണൊക്കെ മതി, അല്ലെങ്കിൽ മഞ്ഞപ്പൊടിയുടെ ചോയ നല്ല എടുക്കും. അങ്ങനെ ഇതേ മസാല സെറ്റായതിന് ശേഷം ഞാൻ ദോശ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഇത് ദോശമാവല്ല, ഇഡ്ഡലി മാവാണ്. ഞാൻ എപ്പോഴും ദോശയ്ക്കായിട്ട് വേറെ മാവ് അരയ്ക്കാറില്ല കേട്ടോ. ഇഡ്ഡലിയുടെ മാവും ദോശയുടെ മാവും കൂടിയിട്ട് ഒറ്റ ഇത് അരയ്ക്കും. ഇപ്പോൾ വിൻഷേട്ടൻ എനിക്ക് വന്നിട്ട്, അപ്പോൾ വിൻഷേട്ടനോടെ ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഇഡ്ഡലിയുടെ മാവ് ആണ് ഞാൻ അരച്ച് വെക്കുന്നിട്ട് ഇന്നിപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചാൽ ബാക്കി മാവ് കൊണ്ട് നാളെ ഞാൻ ദോശ ഉണ്ടാക്കും. അങ്ങനെയാണ് ഞാൻ ദോശ ഉണ്ടാക്കാറ്. അല്ലാണ്ട് ഇഡ്ഡലിക്ക് വേറെ അങ്ങനെയായിട്ട് ഞാനും ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ സംഭവം നമ്മുടെ ദോശയായി. അതിലേക്ക് ഇതേ മസാലയൊക്കെ പരട്ടി വെച്ച് കൊടുത്തിട്ട് മടക്കി പ്ലേറ്റിലാക്കും. അത് കഴിഞ്ഞ് നമുക്ക് ചായ കുടിക്കാട്ടോ വേണ്ടോ. അപ്പോൾ തേജുവിനുള്ളത് ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, കാരണം അവൻ ഇട്ടിട്ടില്ല. അപ്പോൾ എനിക്കും വിൻഷാട്ടിനും ഉള്ളതും ആണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഒരേശം മസാല ദോശയും പിന്നെ ഒരു ദോശയും കൂടി എക്സ്ട്രാ ഞാൻ വെറുതെ ഉണ്ടാക്കി കേട്ടോ. ഇനിയിപ്പോൾ മസാല ബാക്കി ഉണ്ടെങ്കിൽ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വിൻഷാട്ടിന്. അങ്ങനത്തെ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ഇതേ ചായ കുടിക്കാതിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ചായ കുടിക്കാതിരിക്കുമ്പോൾ നമ്മുടെ തേജപ്പിലാട്ടോ കൂടെ. പിന്നെ ഒരു 12 മണിയാകുമ്പോഴുള്ള വീഡിയോ ആട്ടാ. തേജു ഇപ്പോഴാട്ടോ എനിക്കണത്. 11:30-12 മണിയായിട്ടാണ് അവൻ എനിറ്റേക്കണത്. പിന്നെ അത് അവനെ എനിപ്പിച്ച് കുളിപ്പിച്ചു. അവൻ ചായ കുടിച്ചുവിട്ടു. അവൻ തന്നെ ഇരുന്നിട്ട് കഴിച്ചുവിട്ട ദോശയൊക്കെ. ഇപ്പം ഈയിടെയായിട്ട് നടക്കുമ്പോൾ സ്റ്റെപ്പ് ഇടൽ, ഡാൻസ് കളിക്കലൊക്കെ കൂടുതലാട്ടോ. കുട്ടിക്ക് ഡാൻസ് പഠിക്കണം എന്നൊക്കെയാണ് ഞങ്ങളുടെ അടുത്ത് ഇപ്പോൾ പറയണത്. അൽഫാം വെക്കാനുള്ള പ്ലാനൊക്കെ പൊളിഞ്ഞു കേട്ടോ. അതൊരു വലിയ കഥയാണ്. അപ്പോൾ അൽഫാം വാങ്ങാന്നൊക്കെ വിചാരിച്ച് എന്തായാലും വാങ്ങണം വെക്കണം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് 100,000 പ്ലാൻ കൊടുത്തിട്ടൊക്കെ പൊളിഞ്ഞു ഇപ്പോൾ. അപ്പോൾ അത് ക്യാൻസലായി. കാരണം ഇപ്പോൾ 12 മണി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ പോയി അൽഫാമിൻ്റെ സാധനങ്ങൾ അൽഫാം കിട്ടാനൊന്നും എളുപ്പമല്ല. ആ പീസ് കിട്ടാൻ എളുപ്പമല്ല. അപ്പോൾ നമ്മളത് ഇട്ടു. അത് വേറെ ദിവസം വെക്കാമെന്നിട്ട് വിചാരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അവസാനം നമ്മൾ മീൻ കറിയിലേക്ക് മീൻ വറക്കാനുള്ള പ്ലാനിലേക്കാണ് എത്തിയേക്കുന്നത്. അപ്പോൾ വിൻഷാട്ട് ഇപ്പോൾ വേഗം പോയിട്ട് മീൻ വാങ്ങാൻ ഓടിയിട്ടുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല കേട്ടാ. ഇവർ വിളിച്ചിട്ട്, വിൻഷാൻ്റെ ഫ്രണ്ട്സ് വിളിച്ചിട്ട് ഇന്ന് മറ്റേ പുള്ള് അവിടേക്ക് പോയാലോ എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അത് ആന്നൊക്കെ പറഞ്ഞ് പ്ലാനൊക്കെ ഇട്ടിട്ട് സെറ്റ് ആവാന്നൊക്കെ പറഞ്ഞു. 11 മണിയാകുമ്പോൾ കേട്ടോ, 12 ആകുമ്പോൾ പോവാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു അവസാനം എല്ലാവരും ദാരിദ്ര്യം പറഞ്ഞു തുടങ്ങി. നമുക്ക് അടുത്ത ആഴ്ചക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ഈ ആഴ്ച ഇപ്പോൾ ഒന്ന് പോയല്ലേ. അവർ തന്നെ പറഞ്ഞു പോവാന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ആലോചിച്ചപ്പോഴാണ് തോന്നുന്നു പറഞ്ഞത് നമുക്ക് അടുത്ത ആഴ്ച പോകാന്നൊക്കെയുള്ള ഒരു പ്ലാനിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ക്യാൻസലായി. അപ്പോൾ അത് കാരണം നമ്മൾ അൽഫാമായി ഒന്നാൽ പിന്നെ ഒരു ദിവസം വെക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ നിന്നു. ഞാൻ ചോറ് മാത്രമല്ല വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ ഇതാ ചടപിടുന്നുണ്ടെങ്കിൽ ഉച്ചത്തെ ഫുഡ് സെറ്റാക്കണം. അല്ലെങ്കിൽ നമ്മൾ ഉച്ചത്തേക്കുള്ള ഫുഡ് അവിടെ നിന്ന് കഴിക്കാച്ചിട്ടായിരുന്നു. ഇനിയിപ്പോൾ അത് വീണ്ടും നമ്മൾ ആദ്യം മുതൽ തുടങ്ങണം. അപ്പോൾ എന്തായാലും അൽഫാം വെക്കാനുള്ള പ്ലാൻ ഇവിടെ കട്ടായി, അതും കട്ടായി. അപ്പോൾ അതും ഇതുമില്ല എന്നുള്ളൊരവസ്ഥയായി എൻ്റെ. എനിക്കിനി മീൻകറി വെക്കാം. അതെല്ലാം ഇപ്പോൾ പെട്ടെന്ന് നടക്കും. അപ്പോൾ ഞാൻ ഇനി മീൻകറി വെക്കാൻ നോക്കാം കേട്ടോ. അങ്ങനെ അത് വിൻഷേട്ടൻ മീൻ വാങ്ങി വരുമ്പോൾ നമ്മുടെ പരിപ്പുവട കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പരിപ്പ് വടയും തേജുവിനും എന്തോ മിഠായിക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് പൊട്ടിച്ചിട്ട് ഇത് എനിക്ക് കൊടുന്നുതരുന്നുണ്ട്. കാരണം ഞാൻ മീൻ നന്നാക്കാൻ തുടങ്ങി കയ്യിലായിണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു കയ്യിൽ. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് തിരിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം എനിക്ക് പരിപ്പുവട വലിയ താല്പര്യമില്ല. എനിക്ക് പഴംപൊരിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ. അപ്പോൾ അയിലായിരുന്നു കേട്ടോ മീൻ വെക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വേഗം തന്നെ വെക്കാൻ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും വിൻഷേട്ട് ഇതേ നാരങ്ങ വെള്ളം കലക്കി തരാമെന്ന് പറഞ്ഞിട്ട് നാരങ്ങ വെള്ളം കലക്കി തരുന്നുണ്ട് കേട്ടോ. അത് പിന്നെ നമുക്ക് ഉണ്ടല്ലോ എല്ലാ ഞായറാഴ്ചയും കുക്ക് ചെയ്യുമ്പോൾ വിൻഷാട്ടെ കൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്യിപ്പിക്കും. എന്നാലും എനിക്കൊരു സമാധാനമുള്ളൂ കേട്ടോ. അപ്പോൾ അതേ ഞാൻ എളുപ്പപ്പണിയായിട്ട് ചെയ്യുന്നത് മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി വറുത്തിട്ട് അതിലേക്ക് വെറുതെ പുളി പിഴിഞ്ഞൊഴിച്ച് നമ്മുടെ എന്താ പറയുക സബോള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ ഇട്ടിട്ടുള്ള പുളിവെള്ളം അങ്ങനെ വെക്കാനാട്ടാ പ്ലാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് നമ്മുടെ ഇത് വറുത്തുകൊണ്ടിരിക്കുകയാണ്. കരിയാണ്ട് നോക്കണം കേട്ടോ. ഞാൻ കരിഞ്ഞ ടേസ്റ്റ് മാറുമല്ലോ. അപ്പോൾ ഞാൻ കരിയാണ്ട് പതുക്കെ ഇളക്കിയെടുക്കുന്നുണ്ട്. അതിലേക്ക് ഇതേ പുളിവെള്ളം ഒഴിച്ചു. പിന്നെ അതേ നാരങ്ങ വെള്ളം കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വേഗം അതും കൂടി കുടിക്കണമല്ലോ. അപ്പോഴേക്കും വെള്ളം തിളച്ചിനി കൊളാവുണ്ടാന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ നമ്മുടെ സബോളയും പച്ചമുളകും വെളുത്തുള്ളിയും അതൊക്കെ അതിലേക്ക് ഇട്ടുകൂട്ടാ. ഇനി ഇതൊന്ന് തിളച്ച് തരണോട് കൂടിയിട്ട് ഇതിലേക്ക് മീൻ നുറുക്കിയിടുക ചെയ്യുള്ളൂ. അപ്പോൾ എളുപ്പപ്പണിക്ക് ഇത് ഒപ്പിച്ചെടുത്തു കേട്ടോ ഈ ദിവസം. പിന്നെ ഞാൻ വേഗം നമ്മുടെ നാരങ്ങ വെള്ളം കുടിച്ചു കേട്ടോ. അത് സത്യം പറയാലോ, വിൻഷാട്ട് ഉണ്ടാക്കണം നാരങ്ങ വെള്ളത്തിന് ഒരു പ്രത്യേക ടേസ്റ്റാട്ടോ. എത്രയൊക്കെ നോക്കിയാലും ഞാൻ ആ വെള്ളം ഉണ്ടാക്കുമ്പോൾ ആ ഒരു നന്നാരിയുടെ ചവർപ്പ് നല്ല വരുന്നുണ്ട്. പക്ഷേ ഈ വിൻഷാട്ട് ഉണ്ടാക്കുമ്പോൾ മാത്രം അതിലൊരു പ്രത്യേക ടേസ്റ്റ് വേറെ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ വലിയൊരു കഥ ഉണ്ട് കേട്ടോ. വിൻഷാട്ടിന് പിന്നെ ഇത് ചെയ്തിട്ട് എക്സ്പീരിയൻസ് കുറച്ച് കൂടുതലാണ്. കാരണം വിൻഷാട്ടൻ പഠിക്കണ കാലത്തിട്ട് +1 +2 കണ്ടോ പഠിക്കുമ്പോൾ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ അതുപോലെ ഒരു കടയിൽ ഇങ്ങനെ വെള്ളം കലക്കി കൊടുക്കാൻ നിന്നിടുന്നു കേട്ടോ. അപ്പം അങ്ങനെ ചെയ്തിട്ട് പരിചയം ഉണ്ട് എന്നാണ് എൻ്റെ അടുത്ത് പറയണത്. അപ്പോൾ അതിൻ്റെ ടിപ്സൊക്കെ അറിയാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മീൻ കറി ഇതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ മീൻ വറുക്കാനുള്ള പരിപാടിയും കൂടിയും നോക്കുന്നുണ്ട് കേട്ടോ. അതായത് അതന്നെ അയില കറിയും
അയില വറക്കലും അത് തോന്നിക്ക് ഇപ്പോഴത് മത്തിയാണോ എന്നുള്ളൊരു ഡൗട്ട് വന്നു അതാട്ടാ. അപ്പോൾ ഇത് ഞാൻ എല്ലാ പ്രാവശ്യം അയില ഇങ്ങനെ നുറുക്കി കഷ്ണാക്കിയിട്ടാട്ടാ വറക്കാറ്. വിൻഷാട്ടിനൊക്കെ അതാ ഇഷ്ടം. ഇങ്ങനെ വലിയ മീൻ കാണുമ്പോൾ കഴിക്കാൻ തോന്നില്ല, എന്ന് അറപ്പാണെന്നൊക്കെ പറയാറ്. പക്ഷെ ഇപ്രാവശ്യം ഞാൻ വലുതാക്കിയിട്ട് തന്നെ വറുത്തു. ഇപ്പം നാളെ നമ്മൾ ട്രിപ്പ് പോയപ്പോൾ ഒരു അയില വറുത്തതുണ്ടായിരുന്നു, ഭയങ്കര വലിയതാക്കിയിട്ട് ഇങ്ങനെ വറുത്തിട്ടുള്ള അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇപ്രാവശ്യം നുറുക്കാണ്ട് തന്നെ ഇങ്ങനെ വറുത്തെടുക്കാട്ടോ ചെയ്തത്. അങ്ങനെ ഇതേ മീൻ വറുത്തതും അതുപോലെ തന്നെ മീൻ കറിയും സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് മീനെന്നെ കൊടുക്കുന്നുണ്ടായിരുന്നുള്ളൂ, ഇത് 4 എടുത്തിട്ട് ഞാൻ വറുത്തു. പിന്നെ ഇതിനൊരു 3 തോന്നുന്നു എടുത്തിട്ട് ഞാൻ കറിയിലേക്ക് ഇടുക ചെയ്തിട്ട്. കൂടുതലും തലകളായിരിക്കും എൻ്റെ കറിയിലുണ്ടായിരിക്കും, ഞാൻ തല കളയാറില്ല കേട്ടോ മീനിൻ്റെ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതേ ഞാൻ ചോറ് വിളമ്പിയപ്പോൾ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ സർപ്രൈസായിട്ട് പെട്ടെന്ന് കണ്ടു കയറി വരുന്നു. അപ്പോൾ അത് ബീഫും ഉണ്ടായിരുന്നു കേട്ടോ, ഇത് കടയിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ വേഗം ഞാൻ അച്ഛനും കൂടിയുള്ള ചോറൊക്കെ വിളമ്പിയിട്ടാ. മീൻ കറിയും മീൻ വറുത്തതും ബീഫ് കറിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് അച്ഛനും വിൻഷേട്ടനുള്ള ചോറാട്ടെ ഞാനിപ്പോൾ വിളമ്പി വെച്ചേക്കണത്. അപ്പോൾ ഇത് വിൻഷേട്ടനെ കുറേ ചോറിനാൻ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ കൂടി വരട്ടെ എന്നിട്ട് ഒപ്പം ഇരിക്കാമെന്ന് പറഞ്ഞിട്ടാണ് വിൻഷേട്ട് ഇരിക്കണത്. അങ്ങനെ പിന്നെ അവർ രണ്ടാളും കൂടി ഇരിക്കട്ടെ ചെയ്യണത്. അച്ഛൻ പിന്നെ പെട്ടെന്ന് സർപ്രൈസായിട്ട് വരണത്. അച്ഛന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്, അതായത് തേജുവിനെ കാണാൻ തോന്നണമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പോടി വന്നേക്കണത്. അമ്മ ഉണ്ടായിരുന്നില്ല, അച്ഛൻ മാത്രം കേട്ടോ. ഒരു 12 മണിയാകുമ്പോൾ 12:30 1 മണിയോട് 1 മണി 1:30 തോന്നുന്നു കേട്ടോ. ഉച്ചത്തെ ഫുഡ് കഴിക്കണ നേരത്തായിരുന്നു അച്ഛൻ വന്നത്. അപ്പോൾ ഇത് ഞാൻ തേജുവിനും ചോറൊപ്പം കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 1:30 ആകുമ്പോൾ വന്നു, ഒരു 2:30 ആകുമ്പോഴേക്കും പോകും. 1 മണിക്കൂർ നേരത്തേക്കാണ് ഈ ഓടി വരണത്. തേജുവിനെ കാണാൻ തോന്നിയിട്ടാണ് പറഞ്ഞിട്ടാണ് വരണത് കേട്ടോ. പെട്ടെന്ന് അവനെ കാണാൻ തോന്നി, അതുകൊണ്ട് വന്നതാണ് അങ്ങനെ പറഞ്ഞിട്ടാണ് വരിക. പക്ഷെ സത്യം പറഞ്ഞ അച്ഛൻ വരണത് ഇതിനാണ് കേട്ടോ. ഇത് വേറെ ഒന്നല്ല, വല്ല കായോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവിടെ വീട്ടിൽ പൊട്ടിച്ച് അത് വേഗം കൊണ്ടുവന്നേരാൻ വേണ്ടിയിട്ടാണ് വരണത്. അപ്പോൾ ഇത് കൊണ്ടുവന്ന് നേരട്ടെ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും വേണ്ട, കൊണ്ടുവരുന്നു വേണ്ട എന്നൊക്കെ പറയും. അപ്പോൾ വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് തേജുവിനെ കാണാനാന്നും പറഞ്ഞ് വരവിലാണ് ഇതൊക്കെ കൊണ്ടുവരുന്നത്. എന്തോ പഞ്ചസാര കുറേ കൊടുത്തിട്ടുണ്ട്. പഞ്ചസാരയും അതുപോലെ തന്നെ പയറ്, ആട്ടപ്പൊടി, അങ്ങനെ അല്ലറ ചില്ലറ ഉഴുന്ന്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് കൊടുന്നേക്കണത്. അപ്പോൾ ഇത് കൊണ്ടുവന്നേരാനാണ് മെയിനായിട്ട് ഈ വരണത്. ഇത് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഞാൻ പറയും വേണ്ടാന്ന്, അപ്പോൾ വരില്ലല്ലോ, വേണ്ടാന്ന് പറയുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് തേജുവിനെ കാണാനാന്നും പറഞ്ഞിട്ട് ഓടി വരും, ഇതങ്ങോട്ട് തരും, പോക്കും കഴിയും കേട്ടോ അവരുടെ. പിന്നെ തേജപ്പൻ പൈസ കൊടുത്തിട്ടുണ്ട് കേട്ടോ കയ്യിൽ. അപ്പോൾ കുട്ടിക്ക് ഇപ്പോൾ ഒരു പ്രത്യേകത സ്വഭാവമാണ് ഗൈസ്, ഈ പൈസ ഇപ്പോൾ എനിക്ക് തരുന്നില്ല, മറ്റേത് ഓടിയിട്ട് എൻ്റെ കയ്യിൽ തരുന്ന കുട്ടിയായിരുന്നു. അങ്ങനെ ഇത് അച്ഛൻ പോവാട്ടാ. ഇപ്പം അച്ഛന് വീഡിയോ എടുക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടാ. അച്ഛൻ മുഖം അങ്ങനെ മറക്കില്ല. മറ്റേത് അച്ഛൻ ഞാൻ ക്യാമറ ഓൺ ആക്കുമ്പോൾ എൻ്റെ എടുക്കണ്ടാട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ മാറി നിൽക്കാറുണ്ട്. അപ്പം ഞാൻ അച്ഛൻ്റെ എടുക്കാറില്ല. ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ ഒന്നും പറയാറൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം അച്ഛൻ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ചില കുട്ടികൾ വന്നിട്ട് 2-3 വട്ടം അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടാ, ഇങ്ങനെ എവിടെയോ ഏതോ കല്യാണത്തിനൊക്കെ പോയപ്പോൾ ആരോ വന്നിട്ട് സൂര്യ ചേച്ചിയുടെ അച്ഛനല്ലേ എന്നൊക്കെ ചോദിച്ചു വർത്താനം പറഞ്ഞു എന്നൊക്കെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ നമ്മൾ അറിയുന്നവർ തന്നെ കേട്ടോ. അതായത് ഓൾറെഡി നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ ഉണ്ടായിരിക്കില്ല, അപ്പോൾ അവർ നമ്മുടെ വീഡിയോസ് കാണുമല്ലോ. അങ്ങനെ കുറച്ച് പേര് അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇത് കൊണ്ടാണ് തോന്നുന്നു അച്ഛന് ഇപ്പോൾ വലിയ ചമ്മലൊന്നും വീഡിയോ എടുക്കുമ്പോൾ ചീത്ത പറയാറില്ല. മറ്റേ തന്നെ ചീത്ത പറയും, കൊണ്ടുപോക്കാൻ എൻ്റെ ഫോൺ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ചീത്ത പറയാറുണ്ട്. ഇപ്പം അതൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ തപ്പി എത്തിയിരിക്കുന്നത് തേജപ്പൻ കേട്ടോ. തേജപ്പൻ കാട്ടുന്ന ഒരു സ്വഭാവം നോക്കട്ടെ നിങ്ങൾ. അച്ഛൻ കൊടുത്ത പൈസ മറ്റേത് എൻ്റെ കയ്യിൽ തരുന്ന കുട്ടി കുടുക്കയിൽ കൊണ്ടിടുക. അച്ഛൻ പോയ വഴിക്ക് തന്നെ വേഗം കൊണ്ടുപോയിട്ട് അത് കുടുക്കയിലിടുക. കുട്ടി സേവിങ്സ് ഒക്കെ പഠിച്ചു തോന്നുന്നു. പൈസ തരാൻ പറഞ്ഞതല്ലേ നിന്നോടാ പൈസ ഞാൻ എനിക്ക് തരാൻ പറഞ്ഞതല്ലേ? നിന്നോട് ആരത് കുടുക്കയിലെടുത്തരാൻ ആരാ പറഞ്ഞ്? ഞാനാണെങ്കിൽ 200 രൂപ നോട്ടം വെച്ചിട്ട് നിന്നായിരുന്നു. ഇവൻ ഈ കൊലച്ചതി ചെയ്യുമെന്ന് എന്നോട് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടാ. പക്ഷെ കുഴപ്പമില്ല, എനിക്ക് ആവശ്യം വരുമ്പോൾ അത് തുറന്നെടുക്കുന്നുള്ളൂ. അവന് കുറേ തുറക്കാനുള്ള ഐഡിയ അവന് മനസ്സിലായിട്ടില്ല കേട്ടോ. കുറേ വലിച്ചു നോക്കുന്നുണ്ട്. കുറേ അതിന് ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് വെക്കണത് കേട്ടാ. കുട്ടിക്ക് എന്തോ അതിൽ കുറേ പൈസയായി, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ പറയണം. ഇപ്പോഴത്തെ പ്ലാൻ എന്താണെന്നറിയോ? അതിൽ കുറേ പൈസയായി അമ്മ നമുക്ക് ട്രിപ്പ് പോവാട്ടോ എന്നൊക്കെ പറയണത്. കുട്ടിക്ക് ഇപ്പോൾ ഫുൾ ട്രിപ്പ് എന്നുള്ള മൈൻഡുള്ളൂ. അതായത് സ്വിമ്മിംഗ് പൂളിൽ പോയിട്ട് ചാടണം, അത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ അതാണ് ആ ട്രിപ്പ് എന്നാണ് അവൻ്റെ വിചാരം. അങ്ങനെ വെള്ളത്തിൽ പോയി ചാടി കളിക്കുക എന്നുള്ള ഒരു മൈൻഡാട്ടാ. പിന്നെ അതേ ഞങ്ങൾ കുറച്ച് നേരം അവിടെ കിടന്നു കേട്ടാ. കുറച്ച് നേരം ഉച്ചയ്ക്ക് ഒന്ന് റെസ്റ്റ് എടുത്ത് കിടന്നു. പിന്നെ അതേ വൈകിട്ടത്തെ ചായപ്പണി നോക്കാട്ടെ ഞാൻ. അപ്പോൾ ഞാൻ അതേ പാല് ഒഴിച്ചിട്ടാട്ടാ വെക്കണത്. അപ്പോൾ കുറേ പേര് ചോദിച്ചു ഈ മിൽക്ക് കുക്കറിൽ എങ്ങനെയാണ് പാല് വെക്കണതെന്ന്, പാല് എങ്ങനെയാണ് ചായ വെക്കണമെന്ന്. അപ്പോൾ ഒന്നുമില്ല, നമ്മൾ ചായ നോർമലി വെക്കണ പോലെ തന്നെ പാലും ഞാൻ വെള്ളവും ഒഴിക്കും ഒക്കെ ഒന്നിച്ചിടുന്നു മാത്രം. തിളയ്ക്കുമ്പോഴല്ലേ നമ്മൾ പൊടിക്കിടുക നോർമലി. പക്ഷെ ഇത് ഞാൻ അങ്ങനെയല്ല ചെയ്യണത്, കാരണം ഇതിൽ തിളച്ച് പൊങ്ങില്ല, ഉള്ളിൽ ഇങ്ങനെ തിളച്ച് വരുള്ളൂ. അപ്പോൾ ഒരു വിസിലിൻ്റെ സൗണ്ട് കേൾക്കാൻ തിളയ്ക്കുമ്പോൾ കേട്ടോ.
അപ്പോൾ ഞാനിതേ പാലും വെള്ളവും ഒഴിച്ചു. നമ്മൾ നോർമലി പാൽ ചായ വെക്കുന്ന ആ പാകത്തിനുള്ളത് ഒഴിച്ചിട്ട് അതിലേക്ക് ഞാൻ ശർക്കരയായിട്ട് ഇടുന്നത്. നമ്മൾ ശർക്കരയാണ്, പഞ്ചസാര പൊതുവേ നമ്മൾ യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ പഞ്ചസാര വെറുതെ ഇരിക്കണം. എത്ര പഞ്ചസാരയെന്ന് അറിയോ? അച്ഛങ്ങനെ ഇതുപോലെ ഇടയ്ക്ക് വീട്ടിൽ ഇതുവരെ പഞ്ചസാര ഞങ്ങൾക്ക് വാങ്ങേണ്ട ആവശ്യം വന്നിട്ടില്ല കേട്ടോ. ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ഒക്കെ വീട്ടിലേക്ക് വേണ്ടതെല്ലാം വാങ്ങുമല്ലോ, അങ്ങനെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന്ന് നമ്മൾ എടുത്തിട്ട് നമുക്ക് രണ്ടാമത് പഞ്ചസാര വാങ്ങിട്ട് വന്നിട്ടില്ല. ഇതുപോലെ മുന്നൊരു പ്രാവശ്യം ഇതുപോലെ അച്ഛനും അമ്മയും കൊണ്ട് വരുമ്പോൾ ഇതുപോലെ അവിടെയും പഞ്ചസാര യൂസ് ചെയ്യില്ല. അമ്മയ്ക്ക് ഷുഗർ ഉണ്ട്, അച്ഛനും ഉണ്ട്. അതുകൊണ്ട് അവരും അതേ പഞ്ചസാര കിട്ടണത് ഞങ്ങൾക്ക് കൊടുന്നേരെ ചെയ്യണത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഞങ്ങൾ ഉപയോഗിക്കണില്ല. ഇതേ ഉറുമ്പരിക്കുക ചെയ്യണത് കേട്ടോ. ഇത് ഞാൻ വെറുതെ വെള്ളമൊക്കെ കലക്കുമ്പോൾ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ വെക്കണതാട്ടോ പഞ്ചസാര. അപ്പോൾ ഞാൻ കുറേ കൊടുന്തല്ലേ ഇതാ നാശമാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഞാൻ പഞ്ചസാര ഇട്ടിട്ടാട്ടോ ചായ വെക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ശർക്കരയാലും ഉപയോഗിക്കാറ്. അപ്പോൾ അതിലേക്ക് ഇതേ ഞാൻ പാലൊഴിച്ചു, വെള്ളമൊഴിച്ചു. പിന്നെ നോർമലി നമ്മൾ പഞ്ചസാര ഇട്ടു. കാപ്പിയാണോ ചായയാണോ ഏതാ പൊടി അതും ഇട്ടിട്ട് അടച്ച് വെക്കും. എന്നിട്ട് വിസിൽ വരുമ്പോൾ തിളച്ചു എന്നാണ് അർത്ഥം. തിളച്ച് പോവില്ല, വിസിൽ വരിക ചെയ്യുക. അപ്പോൾ അത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഞാനൊന്ന് ഇളക്കി എടുക്കട്ടെ ചെയ്യുക. സംഭവം ചായ സെറ്റായി. പിന്നെ ഇതേ എനിക്ക് ഒരു കുഞ്ഞി പണിയുള്ളത് എന്താണെന്ന് വെച്ചാൽ കൊടുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ അച്ഛൻ കൊടുന്നത്, അതൊക്കെ ഒന്ന് പാത്രത്തിലാക്കി വെക്കാന്നുള്ളൊരു പ്ലാനിലാട്ടാ. അപ്പോൾ അത് കടലയും നമ്മുടെ ഉഴുന്നും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടലയുടെ പാത്രത്തിലും ഉഴുന്നിൻ്റെ പാത്രത്തിലും പരിപ്പുണ്ടായിരുന്നു കേട്ടോ. പരിപ്പിൻ്റെ പാത്രത്തിലും ആക്കി വെക്കട്ടെ ചെയ്യണത്. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞാനിത് ഇവിടെ ഒരു ഈ ഷെൽഫിൽ കൊട്ടയിലാക്കി വെക്കട്ടെ ചെയ്യാറ്. അപ്പോൾ ആട്ടിയും കാര്യങ്ങളും എല്ലാതും അങ്ങനെയായിട്ട് വെക്കാറ്. പിന്നെ ആവശ്യമുള്ളപ്പോൾ അതിന് എടുത്തിട്ട് പാത്രത്തിൽ കഴിയുമ്പോൾ അതിലേക്ക് പൊട്ടിച്ച് ഒഴിക്കും, ബാക്കി ഇതിൽ കൂടെ നിൽക്കും, അങ്ങനെ ചെയ്യുക. പിന്നെ ഇതേ നമ്മുടെ പഞ്ചസാരയുടെ പാത്രം ഇതാട്ടോ. കണ്ടോ, ഒരുപാടുണ്ട്. നമ്മൾ സ്റ്റാർട്ടിങ് ഇങ്ങനെ ഓരോരുത്തർക്ക് വെള്ളം കലക്കി കൊടുക്കാൻ മാത്രം ഇതൊന്നും എടുക്കാറുള്ളൂ, ചായക്കൊന്നും എടുക്കാറില്ലല്ലോ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഉണ്ട്. ഇപ്പോൾ ഇതേ പാത്രം ഒരു ടൈം ഫുള്ള് പാത്രം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതെ ഇപ്പോൾ ഇത്രയ്ക്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതേ വീണ്ടും ഫുള്ളായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ വീട് പണി കഴിഞ്ഞിട്ട് ഏകദേശം 8 മാസത്തോളമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നമുക്ക് പഞ്ചസാരയ്ക്കൊന്നും ചിലവുണ്ടായിട്ടില്ല, ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെയാണ് കേട്ടോ, അല്ലാണ്ടൊന്നുമല്ല. പിന്നെ അതെ ഇപ്പം കേട്ട സൗണ്ട് പാല് തിളച്ച് വരണേൻ്റെ ഏട്ടാ. ചെറിയ രീതിക്ക് വിസിലിങ്ങനെ കേൾക്കും. അപ്പോൾ ഞാനൊന്ന് ഇളക്കി കൊടുക്കൂട്ടാ. ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വിസിലടുപ്പിച്ചാൽ നന്നായി തിളച്ചു. അപ്പോൾ ഓഫാക്കാട്ടാ. ഒരിക്കലും നമുക്ക് പാല് തിളച്ച് പോവില്ല, ഈ വിസിലിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അത് ചായ ചൂടാറാൻ വെച്ചിട്ട് ഞാൻ വേഗം അകൊക്കെ ഒന്ന് അടിച്ചോരിയിടുക കേട്ടോ. 5 മണി 5:30 ആയിട്ടുണ്ടാവും വൈകിട്ടത്തെ സമയം. എന്നിട്ട് വേഗം അടിച്ചോരിയിട്ട് നമ്മൾ ചായ ചൂടാറുമല്ലോ അപ്പോഴേക്കും. പിന്നെ ഞങ്ങൾ ചായ കുടിക്കാതിരിക്കട്ടെ ചെയ്യുക. അപ്പോൾ ഞാനിത് വെറുതെ ഒരു ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ട് വിൻഷേട്ടനെയും കൊണ്ട് വീഡിയോസ് എടുപ്പിക്കണം കേട്ടോ. വിൻഷേട്ടനാണെങ്കിൽ നല്ല മടിയാണ് വീഡിയോസൊക്കെ എടുത്തു തരാം കേട്ടോ. അഥവാ വീഡിയോസ് എടുത്തു തരാൻ പറഞ്ഞത് ഇങ്ങനത്തെ ഓരോ തരത്തിലായിരിക്കും എടുത്തു തരിക കേട്ടോ. കണ്ടോ, മോത്തയ്ക്ക് കൊടുന്ന് വെച്ച് തരും. പിന്നെ പിന്നാലെ നടന്ന് തലയുടെ മുകളിൽ അങ്ങനെ ആവശ്യമില്ലാത്ത രീതിയിലെ വീഡിയോസ് എടുക്കാറുള്ളൂ. അങ്ങനെ ഇതെല്ലാം ഒപ്പിച്ചിട്ട് നമ്മൾ ഇതേ ചായയൊക്കെ കുടിച്ചിട്ട് വീഡിയോസൊക്കെ എടുത്തു എഡിറ്റ് ചെയ്തു. ഞാൻ ഷോർട്സും റീലൊക്കെ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വെറുതെ ഒരു രസം, കുറേ പേര് ചെയ്യുന്നുണ്ടപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയെന്നുള്ളൂ കേട്ടോ. പിന്നെ ഞാനത് ഉമ്മർത്തിരുന്ന് ചായ കുടിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും തേജപ്പൻ്റെ ഫ്രണ്ട്സ് വന്നു. അവരുടെ കൂടെയുള്ള കളി നടന്നിട്ട് ഈ കളിയിലൊരു 100 അടി കഴിയൂട്ടാ തേജും വിൻഷേട്ടനും കൂടിയിട്ട്. അതൊക്കെ കഴിഞ്ഞതാ ഞാൻ വേഗം പോയിട്ട് മേലൊക്കെ കഴുകി വന്നിട്ട് വിളക്കൊളത്താൻ നോക്കാം കേട്ടോ. വിളക്കൊളത്തിനൊക്കെ മുന്നേ അവിടെ ഒന്ന് ക്ലീൻ ആക്കേണ്ടി വരും, പൊടി ചന്ദനത്തിരിയൊക്കെ കത്തിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷമാണ് വിളക്ക് കൊളുത്തി കാട്ടണത്. ഞാനെന്താ വിളക്ക് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നല്ല കളി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ആകെ ലഹള കേൾക്കാണ്ട്. ഈ സമയത്ത് മാത്രം തേജു വിളക്ക് കൊളുത്തുമ്പോഴൊന്നും വരില്ല കേട്ടോ കളിക്കുകയാണെങ്കിൽ. അതിപ്പോൾ വിൻഷേട്ടുള്ള കാരണമാണ് ഇത്ര നേരം നിന്ന് കളിക്കണത്. അല്ലെങ്കിൽ വിളക്ക് കൊളുത്താറാകുമ്പോഴേക്കും കളിയൊക്കെ കഴിയാറുണ്ട്. തേജുവിനാണെങ്കിൽ ഇതേ കളിയുടെ ഇടയിൽ ഒരു വൃത്തികെട്ട സ്വഭാവം ഉണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. തേജു കയറിപ്പോരെ, നമുക്ക് ചോറും കൂട്ടാനും വെച്ച് കളിക്കാം. വായോ തേജിയോ വാ. അടുത്ത ബാറ്റിംഗ് കണ്ടേ ഞാൻ ഔട്ടായില്ലേ കേട്ടോ. 20 കേട്ടോ. എവിടെ പോയി തരാം. എന്റെ മോന്തപ്പ് പോയെടുത്തു.
കണ്ട ഇതാണ് തേജുവിൻ്റെ സ്വഭാവം. ഒന്നെങ്കിൽ അവൻ കളി തോക്കാറായി അവൻ കരഞ്ഞ് കളി ജയിക്കും, കരഞ്ഞ് ജയിക്കും കേട്ടോ അവൻ. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടി ഇങ്ങനെ കുറഞ്ഞടിച്ചിരിക്കും. ഞാനും മിൻഷാട്ടിനും കളിയാക്കും, എനിക്ക് ക്രിക്കറ്റ് കളി ഫുട്ബോൾ കളിയൊന്നും പറ്റില്ല, ഈ അകത്ത് പോയിരുന്നല്ല ചോറും കൊണ്ടാനും വെച്ച് കളിച്ചവരുടെയാണ് കളിയൊക്കെ കേട്ടോ. പിന്നെ നമ്മുടെ ചെടി നനയ്ക്കലാട്ടോ, അത് മറ്റേ വിത്തൊക്കെ ആട്ടാ പച്ചക്കറിയുടെ. അപ്പോൾ വിൻഷാട്ടൻ കുറേ പ്രഹസനം നിന്ന് കാട്ടുന്നുണ്ട് കേട്ടോ. തലയ്ക്ക് പ്രാന്താവും വിൻഷാട്ടൻ എന്തെങ്കിലും പണിയെടുക്കണം കണ്ട. അഥവാ ഒന്ന് ഹെൽപ്പ് ചെയ്ത് തരുമോ ചോദിച്ചിട്ട് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് തോന്നും ഈശ്വര അതിൻ്റെ അടുത്ത് പറയണ്ടായിരുന്നു എന്ന് തോന്നുന്ന രീതിയിൽ ചെയ്തു തരും. വേറെ ഒന്നുമില്ല, നാളെ മേലെ പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ കാട്ടി കൂട്ടണത്. ഞാൻ വിചാരിച്ചു വിത്തൊക്കെ വെള്ളം നനഞ്ഞ് തെറിച്ച് പോകുന്നു, ഒരുമാതിരി നനച്ചിടുന്നത് കേട്ടോ. ഏറ്റവും കൂടുതൽ ഞങ്ങൾ അടി ഉണ്ടാവും ഇതാണ്, എന്തെങ്കിലും വിൻഷാട്ടതൊന്ന് ചെയ്തായി വിൻഷാട്ടാന്നൊക്കെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വന്ന് ചെയ്തു തരുന്നത് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ പറയേണ്ടാണെന്ന് തോന്നുന്ന രീതിയിലായിരിക്കും ചെയ്തു തരിക. അതിൻ്റെ മുകളിലായിരിക്കും ഞാൻ വിൻഷാട്ടനും അടികൂടി. ഇതിനാണ് വിൻഷാട്ടൻ പലപ്പോഴും ലൈവിൽ വന്നിട്ട് ഞാൻ കിടികിടി പറയണു പറയുന്നത്. ഇതാണ് കാര്യം കണ്ട. ഇപ്പോൾ അമ്മാതിരിയാണ് കിടന്ന് കാട്ടിക്കൂട്ടുന്നത്. ഇതിൻ്റെ ഇപ്പോൾ വോയിസിൽ അങ്ങോട്ടും കൂടി ഞങ്ങൾ ചീത്ത പറഞ്ഞുകൊണ്ടാട്ടെ ഞാൻ ഈ വീഡിയോ എടുക്കണത്. ആ വിത്തൊക്കെ പൊട്ടിപ്പോകുന്നു ഞാൻ വിചാരിച്ചു, മുളച്ച് വന്നതൊക്കെ അങ്ങനെ ഫോഴ്സിലാണ് അതിലേക്ക് വെള്ളം അടിച്ചു കൊടുക്കുന്നത്. നാളെ മേലെ എൻ്റെ അടുത്തൊരു പണി പറയരുത് എന്നുള്ള രീതിയിലായിരിക്കും കേട്ടോ വർത്താനൊക്കെ. അങ്ങനെ ഇതേ അവസാനം ഞാൻ സൈ കെട്ടിട്ട് ഞാൻ പൈപ്പ് വാങ്ങി, ഒന്നും ചെയ്തു തരണ്ട ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ ചെടികൾക്കൊക്കെ ഞാൻ വെള്ളം ഒഴിച്ചു വിട്ടാം. പക്ഷേ വിത്തുകളൊക്കെ ഇനി നനയ്ക്കും, പച്ചക്കറി കിട്ടും, പൈസ ചിലവ് കുറവാണ്, പച്ചക്കറി ഒന്ന് വീട്ടിലേക്ക് വാങ്ങണ്ടാലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ ഒന്ന് സാവധാനം നനച്ചത് കേട്ടാ. പിന്നെ ചെടികളൊക്കെ ഞാൻ തന്നെ നനച്ചു, വേറെ ഒന്നുമല്ല അതിലത്തെ മണ്ണൊക്കെ അവിടെ ആകെ തെറിപ്പിക്കും വിൻഷാട്ടിനെ നനച്ച് വെച്ചെങ്കിൽ. പിന്നെ കുറച്ച് പേര് ചോദിച്ചു എപ്പോഴും ഇങ്ങനെ ലൈറ്റ് ഫുള്ള് ഇട്ടേക്കോ ഫ്രണ്ടിലെ നോക്കേട്ടാ വീടിൻ്റെ. അപ്പം എപ്പോഴും ഇട്ട് വെക്കാറൊന്നുമില്ല, ചില നേരത്തെ ഞായറാഴ്ചകളിൽ ഞാൻ ഇടാറുണ്ട് ചിലപ്പോൾ തോന്നുന്നു, പക്ഷെ എപ്പോഴും ഇടാറൊന്നുമില്ല കേട്ടോ. ഇടയ്ക്കൊക്കെ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഒന്നൊരു ഭംഗിക്ക് വേണ്ടി ഫുള്ള് ഇട്ട് വെക്കും, അങ്ങനെ ചെയ്യാറുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഈ ഫ്രണ്ടത്തെ ലൈറ്റ് മാത്രം, ആ കുഞ്ഞില്ലേ ലൈറ്റ് അത് മാത്രമേ ഞാൻ ഇട്ട് വെക്കാറുള്ളൂ കേട്ടോ. പിന്നെ ഇതേ ഞാൻ വെള്ളം നനയ്ക്കട്ടെ. ഇപ്പോൾ വീഡിയോസ് എടുക്കുന്നത് ഫുള്ള് വിൻഷാട്ടിനാണ്, വിൻഷാട്ടിൻ്റെ കഴിവുകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തേജുവിന് കളി കഴിഞ്ഞാൽ എൻ്റെ ഹാങ് ഓവർ മാറിയിട്ടില്ല കേട്ടോ, അതായത് അവൻ്റെ കുറഞ്ഞ അളകിൽ മാറിയിട്ടില്ല, എപ്പോഴും കിടികിടി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇവർ നേരെ മുകളിലേക്കാട്ടോ പോണത്, ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ വീഡിയോസ്. വിൻഷാട്ടിനോട് എടുത്തോ എന്ന് പറഞ്ഞിട്ട് ഫോൺ കൊടുത്തപ്പോൾ എൻ്റെ അടുത്ത് തരില്ല, അതാണ് കുശുമ്പ്. എൻ്റെ വീഡിയോസ് എടുത്ത് തരാണ്ട് നോക്ക് മുകളിലേക്ക് പോകണോക്ക്, ഞാൻ ചെയ്യുന്ന പണികളൊക്കെ ഒന്ന് എടുക്കും വിൻഷാട്ടാ പറഞ്ഞിട്ടാണ് ഫോൺ കൊടുത്തത്. അച്ഛനും മോനും കൂടിയിട്ട് മുകളിലേക്കാട്ടോ പോണത്. അപ്പോൾ പിന്നെ ഞാൻ ചെടി നനച്ചിട്ട് ഞാനും പോയിട്ട് മുകളിലേക്ക്. അപ്പോൾ എന്നോട് പറഞ്ഞു മുകളിലേക്ക് പോയി നല്ല രസമുണ്ടെന്ന് പറഞ്ഞു. നമ്മളങ്ങനെ മുകളിലേക്ക് പോവാറില്ല കേട്ടോ, കുറവാണ് മുകളിലേക്ക് പോകലൊക്കെ, ഭയങ്കര കുറവാണ് കേട്ടോ. പ്രത്യേകിച്ച് ഞാൻ പിന്നെ വിൻഷാട്ടിനാണൊന്ന് മുകളിലേക്ക് കയറാറ്. ഇന്നും അതവിടെ വന്നൊന്ന് ക്ലീൻ ആക്കണമെന്ന് വിചാരിക്കും. ചപ്പ് വീണിട്ട് കുറേ ഉണ്ടായിരിക്കും, കുറേ മീൻസ് കുറച്ചൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ കയറാറുള്ളൂ കേട്ടോ. അപ്പോൾ വിൻഷാട്ട് അതിൻ്റെ മുകളിലേക്ക് വാട്ടർ ടാങ്ക് ഇരിക്കണതിൻ്റെ മുകളിലേക്കൊക്കെ കയറിയിട്ടാണ് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു വ്യൂ കിട്ടി നമുക്ക്. നോർമൽ ടെറസിൻ്റെ മുകളിൽ നിൽക്കണേക്കാൾ നല്ല വ്യൂ ഉണ്ടായിരുന്നു വാട്ടർ ടാങ്കിൻ്റെ അവിടുത്തെ മുകളിലേക്ക് കയറിപ്പോട്ടാം, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതൊക്കെ വിൻഷാട്ടിനായിട്ട് വീഡിയോസ് എടുക്കുന്നത്. എന്നിട്ട് എന്നോട് പറയുന്നുണ്ട് വായോ മോളിക്ക് വായോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിക്കുന്നുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ മോളിക്ക് കയറാൻ പേടിയായിട്ട് ഞാൻ നിൽക്കണത് കേട്ടോ. അങ്ങനെയൊക്കെ പൊത്തിപ്പിടിച്ച് കയറി എന്നെ പിടിച്ച് പൊക്കിയിട്ടൊക്കെ കയറ്റിയത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വാട്ടർ ടാങ്കിൻ്റെ അത് വെച്ച് എൻ്റെ ടെറസിൻ്റെ മുകളിൽ അവിടെ ഇരുന്നു. ഞാനും തേജും വിൻഷാട്ടിനും കൂട്ടിയിട്ട് കുറേ നേരം ഇരുന്ന് വർത്താനം പറഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങൾ പറഞ്ഞു എനിക്ക് കയറുമ്പോൾ കുറച്ചും കൂടി നേരത്തെ കയറിയിരിക്കുക. അപ്പോൾ നല്ല ഇരുട്ട് വരുന്ന സമയം, ഈ ഒരു സമയത്ത് നമ്മൾ ഇവിടുന്ന് ഇറങ്ങണം. നമ്മൾ നല്ല ഇരുട്ടാവണ വരെ ഇവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിട്ട്. ഞങ്ങൾ ഈ കോണി കയറിയിട്ടാട്ടോ വന്നത് കിട്ട്. ഇവിടെയാണ് നമ്മുടെ ടാങ്കൊക്കെ ഉള്ളത്. ഇവിടെ എന്താ കിളികളൊക്കെ പോണ് കാണാൻ കുറേ. ഓ എന്തോരം കിളികളോടാ നോക്ക്. ഞാൻ വാലടിച്ചില്ലല്ലോ, വാലടിച്ചു ഉമ്മർത്തിയാ ഈ നേരത്തെ തന്നെ അടക്കണ്ട. സന്ധ്യ അടുത്തുണ്ട് ഏതുകൊണ്ട് ഏത് കളിപ്പെട്ട ഏതറി നമ്മുടെ അമ്പലാട്ടോ കാണുന്നു. അമ്പലം നോക്കട്ടെ, നീ എടുത്താലോ. ഇതൊന്നല്ല 5 മണി അടുത്ത് കണക്കാന്ന് പറഞ്ഞ വിശ്വാസമില്ലല്ലോ. നല്ലോണം ഇരുട്ടായപ്പോൾ ഞങ്ങൾ വേഗം ഇറങ്ങിയിട്ടാ, അടിയിലേക്ക് ഇറങ്ങി. പിന്നെ ഇത് നമ്മൾ മുകളിൽ എനിക്ക് സ്ത്രീധനം കിട്ടിയ എൻ്റെ അലമാരയാണ് കേട്ടോ മുകളിൽ ഇവിടെ കൊടുന്നിട്ടേക്കണത്. അപ്പോൾ ഇത് ഇറങ്ങാം കേട്ടോ.
ഇറങ്ങിയിട്ട് ദയ്യാൽ ഒരു അലമാര ഇടാനുള്ള സ്പേസ് തന്നെയുള്ളൂ കേട്ടോ മുകളിലേക്ക് നമുക്ക് അവിടെ. അപ്പോൾ അവിടെ അലമാര ഇട്ടു നിറഞ്ഞു. പിന്നെ നമ്മൾ വേഗം അടിയിലേക്ക് ഇറങ്ങി. എന്നിട്ട് ഇതേ കുറച്ച് നേരം ഉമ്മറത്തിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കണ്ടാൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നു, വെള്ളം നനച്ചതിൻ്റെ കേട്ടത്, പൈപ്പിൽ വെള്ളം നനച്ചിടുന്നില്ല, അതിൻ്റെ വെള്ളമാട്ടത് ഒരുമാതിരി പാമ്പ് പോയ പോലെ ആക്കിയിട്ടുണ്ട്. തേജു ആണെങ്കിൽ ഇതേ അവൻ്റെ മറ്റേ ബബിൾസ് വീർപ്പിക്കില്ല, ആ സംഭവത്തിലെ ഇതൊക്കെ കഴിഞ്ഞു. അപ്പോൾ എന്നെ കൊണ്ട് ഇത് ഹാൻഡ് വാഷ് ഒഴിപ്പിച്ചിട്ടൊക്കെയാണ് പതപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ശകരം ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ കൊടുത്തു. പക്ഷെ അതിന്ന് ബബിൾസ് വരുന്നില്ല. മണ്ടൻ, എനിക്കും പോതില്ല അവനും പോതില്ല. അപ്പോൾ ഗൈസ് ഇപ്പം ഞാനും തേജപ്പനും മാത്രമേ ഉള്ളൂ കേട്ടോ. വിൻചേട്ടൻ ക്രിക്കറ്റ് കളിക്കാൻ പോയി. അപ്പോൾ 8 മണി തൊട്ടിട്ട് 10 മണി വരെ കളിയെന്ന് പറഞ്ഞാൽ ഞങ്ങളോട് കുറേ ഉണ്ടോ ചോദിച്ചു. അപ്പം എനിക്ക് വലിയ പേടിയില്ല കേട്ടോ, കാരണം ഇവിടെ ചേച്ചിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് പട്ടിക്കിരിക്കാൻ പേടിയില്ല. പിന്നെ 10 മണിക്ക് എത്തൂലോ, 10:30 ആകുമ്പോഴേക്കും എനിക്കൊരു 11:30 കഴിഞ്ഞാലാണ്, ഇല്ല 11:30 12 മണിയൊക്കെ ആ ഒരു ടൈം കഴിഞ്ഞാലാണ് എനിക്ക് ഇവിടെ ഇരിക്കും ഒറ്റയ്ക്ക് പേടിയുള്ളൂ. അതുവരെ എനിക്ക് പേടിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ ഉണ്ടായിരുന്നില്ല, ആദ്യം ഇരുട്ടാകുമ്പോഴേക്കും എനിക്ക് പേടിയായിരുന്നു. അപ്പോൾ വിൻചേട്ടൻ പോയിട്ടുണ്ട്. പഴവും ഇതൊക്കെ കഴിച്ചിട്ടാണ് പോയത്. ചോറ് വന്നിട്ടേ കഴിക്കണ്ടാവുള്ളൂ. ഞങ്ങൾ ചോറുണ്ടിട്ടില്ല, ഞാൻ ഉച്ചയ്ക്കും ചോറുണ്ടിട്ടില്ല എന്ന്. അപ്പോൾ ഉച്ചയ്ക്കും ചോറുണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്കാണെങ്കിൽ ഒട്ടും വിശപ്പില്ല, എന്താണാവും. ചീവിടിൻ്റെ സൗണ്ടാണെങ്കിൽ ഭയങ്കര ഡിസ്റ്റർബ് ആവുന്നുണ്ട്. ചെവിട്ടിൽ വന്നിട്ട് ചീവിട് കരയുന്നതല്ലേ തേജുവോ? ചിരാതല്ല ചീവീട്. തേജുവിന് നാളെ ക്ലാസ് ഉണ്ട്. അപ്പൊ നമുക്കിന്ന് രാത്രിക്ക് രാവിലെ വെച്ച മീൻകറി, മീൻ വറുത്തതുണ്ട്, ഓംപ്ലേറ്റ് ഉണ്ടാക്കാന്ന്. സോറി, ഓംപ്ലേറ്റ്. തേജുവിന്റെ പറഞ്ഞെന്താ ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് ചോറിണ്ടപ്പോ? തേജുവിന്റെ വായിൽ മുള്ളു കുടിക്കണ്ട. ഇപ്പൊ എന്താണോ തേജുവിന് പേടിയാണ്. ഇപ്പൊ മീൻ വേണ്ടാന്നൊക്കെ എന്റെ അടുത്ത് പറയണത്. ആകെ കൂടി കഴിക്കണത് മീനായിരുന്നു ചോറിന്. അപ്പൊ അത് നിന്നു. അന്നൊക്കെ ഒന്ന് കുഴപ്പമുണ്ട്. അതൊക്കെ തുപ്പിട്ട് ആ കാലില് വായന മുള്ളെടുക്കൂലേ, മുള്ളാക്കി ചങ്കല് ഇവിടെ കുത്തിയാല് ഇപ്പൊ കുത്തിണ്ടായില്ല. വായ ഇറക്കിയപ്പോഴാ കുത്തിയത് അല്ലേ? നടക്കാൻ നോക്കി, അപ്പോഴല്ല വേദന. ഞാൻ നടക്കാൻ നോക്കി, ഞാൻ വിചാരിച്ച മുള്ളില്ലെന്ന്. നടക്കാൻ നോക്കി, അപ്പൊ മുള്ളു കുടുങ്ങി. അങ്ങനെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ തേജുവിന്റെ ഏട്ടാ. അതുകൊണ്ട് ഇപ്പൊ തേജുവിന് മീൻ വേണ്ടെന്നൊക്കെ പറയണം. അപ്പൊ അവന് ചോറ് കൊടുക്കണം. രാത്രിക്ക് വേറെ ഒന്നും ഞാൻ ഇപ്പൊ എക്സ്ട്രാ വെക്കണമെന്നില്ല, എല്ലാം ഉണ്ട്. ഓംലേറ്റ് ഉണ്ടാക്കണം, അത്ര തന്നെ ഉള്ളൂ. ചെറിയ അപ്പൊ അങ്ങനെയാണ്. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണില്ല ഞാൻ. വിൻചേട്ടൻ വരച്ച അതും കൂടി എടുക്കാം. അപ്പം ഇന്നത്തെ വ്ളോഗ് അങ്ങനെ ഇതാവുള്ളൂ കേട്ടോ. അപ്പോൾ വിൻചേട്ടൻ കളിക്കാൻ പോയതൊന്നും എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. അപ്പം എന്തായിരുന്നു നമ്മൾ ചെയ്തത്? അപ്പം ഞങ്ങള് ഫോണ് കുത്തി വെച്ചേക്ക് കടന്നു കേട്ടോ. അതുകൊണ്ട് അതൊക്കെ എടുത്തിട്ടുണ്ട് വീഡിയോ. അച്ഛ പോയില്ല, അപ്പം എടുത്തിട്ടില്ല. ഞാൻ മറന്നു. പിന്നെ ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചേക്ക് കടന്നു. അപ്പം എന്തായാലും നമുക്ക് വിൻചേട്ടൻ വന്നിട്ട് കാണാം കേട്ടോ. പോയി കൊറേ നേരമായിട്ട് ഇവിടെ കുത്തി വെച്ചില്ലേ, അതുകൊണ്ട് വേറെ മാത്രമേ. തേജപ്പന്റെ ചോറുണ്ടല്ലേ കഴിഞ്ഞു കേട്ടാ. ചോറ് കഴിച്ചു, വേദന ഉണ്ട് എന്നാ പറയണ. അപ്പൊ മുള്ളു പോയിട്ടുണ്ടാവില്ലേ പൊന്നാ? പോയാ? അപ്പൊ ഇങ്ങനെ വേദന പോരാ മുള്ളു പോയാ? വന്നുണ്ടാവില്ലേ ഒരു വാര മുള്ളു, അതുകൊണ്ടാ വേദന ഉണ്ടാവുക. വാ കഴുകാം. അപ്പൊ തേജപ്പന്റെ ഫുഡ് അടി കഴിഞ്ഞു. ഞാൻ തേജപ്പൻ്റെന്ന് കഴിക്കുമ്പോ ബാക്കി കുറച്ചുണ്ടായിരുന്നു, ഞാൻ കഴിച്ചു കേട്ടോ. ഇനി വിൻചേട്ടൻ വന്ന വിൻചേട്ടൻ കഴിക്കും. എനിക്കിനി ഫുഡ് വേണ്ട ഗൈസ്. പിന്നെ ഇതേ നമ്മൾ കിടന്നു കേട്ടോ. വിൻചേട്ടൻ വരുന്നതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം വിൻചേട്ടൻ വരുമ്പോൾ 11 മണി 11:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. തേജു ആണെങ്കിൽ വേഗം ഉറങ്ങുകയും ചെയ്തു. ഫുഡ് അടി കഴിഞ്ഞിട്ട് അവനും കിടന്ന് ഉറങ്ങി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്തിട്ട് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഈ വീഡിയോ എങ്ങനെ ഉണ്ടെന്ന് കൂടി കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാട്ടെ. അങ്ങനത്തെ വീഡിയോസൊക്കെ വേണ്ടുന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ബൈ.